ഞാൻ കുറെ സഖാക്കളുടെ രോദനം കണ്ട്. പിന്നെ ഈ കേരളത്തിലെ 14 ജില്ലകളിലെ വിവിധ തരം തെറികളും. അത് കുഴപ്പമില്ല, അവരെ സംസ്കാരം ഏതായാലും അവർ കാണിക്കട്ടെ. ഇന്ന് 10,000-3000-ഓളം നമ്പേഴ്സ് ട്രേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇങ്ങനെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാണെന്നല്ല. ഈ സഖാക്കളെ കണ്ട ഈ കേരളത്തിലെ ജയിൽ മൊത്തം നിറച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾ കാത്തിരിക്കുക. നമ്മളുടെ പ്ലാൻ എന്താണെന്ന് നമ്മൾ കാണിച്ചു തരടാ. നമ്മൾ പ്ലാൻ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ എന്താണ്, കഞ്ചാവ് ആക്കാനാ, കൊക്കീന ആക്കാനാ, ഇനിയിപ്പോ LSD, മഷ്റൂംസ്, വേറെ കുറെ ലഹരികളുണ്ട് അവിടെ ലോകത്ത്, മെത്തും പലതും ഉണ്ട്. അതിലേക്കൊക്കെ കൊണ്ടുപോയിട്. നിങ്ങൾ ഇനി എന്തൊക്കെ കിടന്ന് കുരച്ചാലും ഇനിയിപ്പം ഇത്രയും കാലം എന്താ പറയാ, ഇനി പിന്നെ സുഡാപ്പിയും കൂടി ആക്കി, അതുപോലെ നന്നായി. ഏതായാലും ഇപ്പൊ ഏത് ആശയത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് അല്ലാത്തൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഏത് ആശയത്തിന് ഒപ്പം നിൽക്കണം എന്നുള്ളത് വൈകാതെ ഞാൻ തീരുമാനിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് RSSകാരോടാണ്. നിങ്ങൾ എന്നെ RSS ആക്കാനൊന്നും നോക്കണ്ട. ഞാൻ നല്ല എന്താ പറയാ ആശയത്തോടു കൂടി തന്നെ ജീവിക്കണം. പിന്നെ ഇങ്ങക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരെക്കാട്ടിയും കുറച്ച് ഭേദം ഇപ്പൊ RSSകാരാണ്. കാരണം അവര് കൂടെ നിൽക്കണവര് എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തിരുത്താനെങ്കിലും തയ്യാറാവുന്നുണ്ട്. കുഴപ്പമില്ല, വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാത്തിരിക്കുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ, എന്റെ അഡ്രസ്സും കാര്യങ്ങളും മൊത്തം ഞാൻ എനിക്ക് വിളിച്ച് തെറി പറഞ്ഞവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വിളിക്കുന്ന തെറികളും, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വിളിക്കുമ്പോ നിങ്ങളുടെ സ്വന്തം നമ്പറിൽ നിന്ന് വിളിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ നെറ്റ് കോളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് നമ്പറിലൂടെ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് ഇന്റർനാഷണൽ കോൾ ഉണ്ട്, ഞാൻ വിളിച്ചോളാം. പിന്നെ ആരയുടെ ജിയോ ഓലപ്പം പേണിച്ച് ഈ സഖാക്കള് പേടിപ്പിക്കുന്നത്? എന്ത് ചകാക്കള്, നിങ്ങൾ ആരയുടെ ഓലപ്പം പേണിച്ച് പേടിപ്പിക്കുന്നത്? എന്നിട്ട് വാടാ, ഞാൻ അഡ്രസ്സ് മൊത്തം തന്നില്ലേ. നിങ്ങൾക്ക് ഈ പെരുമ്പിലാവില് കുറെ സഖാക്കളില്ലേ, വിളിച്ച് പറയടാ. ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ. ഞാനും ഇതിനെ കാത്തിരിക്കുന്നത്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. നിങ്ങൾ എന്റെ ഒരു രോമത്ത് പോലും തൊടൂല. ഞാനാ പറയുന്നത്, എന്റെ ഒരു രോമത്ത് പോലും തൊടൂല. ഒരു രോമത്ത് പോലും നിങ്ങൾ തൊടൂല. കഴിയുന്നുണ്ടെ ചെയ്യും. എന്തിട്ടും മനുഷ്യരടങ്ങള് തേറി തന്തകും എന്ത് സംസ്കാരടങ്ങള്. നിങ്ങളാണ് ഈ യുവജന പ്രസ്ഥാനം ഈ തെറിയും ഈ കണ്ട ഈ ഒരു ആശയം വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ തനി ഗുണം പുറത്തോട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ വീഡിയോ അത് സമ്പൂർണ്ണ വിജയം തന്നെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാ, അവർക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ തനി ഗുണം മൊത്തം അവിടെ കാണിക്കും. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, എനിക്ക് SFIക്കാരോടാ പറയാനുള്ളത്. നിങ്ങളുടെ SFIയിൽ മെമ്പർഷിപ്പുള്ള മൊത്തം ആൾക്കാർ നിങ്ങളുടെ ആശയത്തോടെ കൂടി യോജിച്ചു പോണ ആൾക്കാരൊന്നുമല്ല. അവർ കോളേജിൽ വരുമ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ റബലുകള് നിങ്ങളുടെ എന്താ പറയാ, റബലല്ലാത്തവരെ കാട്ടി എണ്ണത്ത് കൂടുതലാണ്. അവരൊക്കെ നമ്മളെപ്പണ്ടാ, നിങ്ങൾ കണ്ടോ, വൈകാതെ ഇരുന്നു. പിന്നെ നിങ്ങളുടെയും തലമൂത്ത രാഷ്ട്രീയക്കാരില്ലേ, CPM, അവരെയും കുറ്റം പറയില്ല. അവര് പിന്നെയും കുറച്ചൊക്കെ ആശയമുള്ള ആൾക്കാരാണ്. അവർ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ എവിടെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ വാ, ആരുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വാ. അപ്പൊ നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാനും കാണിച്ചു തരാം ട്ടാ.